കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലൈവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ സർവകൃപാലുവായ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ തിരുവെഴുത്തുകളിൽ കൂടി സഞ്ചരിക്കുകയും തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങളെ കൊണ്ടുവരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്നു. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട്. കിട്ടുന്ന സമയങ്ങൾ കർത്താവിൻ്റെ വേലയും കർത്താവിൻ്റെ സുവിശേഷീകരണവും കർത്താവിൻ്റെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനങ്ങളുമായിട്ടൊക്കെ ആയിരിക്കുകയാണ്. നമ്മൾ തിരുവെഴുത്തുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മുടെ ചുറ്റുപാടും കേൾക്കാറുണ്ട്. എന്നാൽ സത്യത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നത് ഞാൻ അധികം കേൾക്കാറില്ല. നിൻ്റെ പാപം മാറും, നിൻ്റെ രോഗം മാറും, നിൻ്റെ ശാപം മാറും എന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയെ ഇല്ല എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് ഭൂരിഭാഗം. പാപം ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാലും അവർ പറയും ഇല്ല, പാപമുണ്ട്, ഇപ്പോഴും പാപം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ദൈവഭയമില്ല, ദൈവത്തോട് സ്നേഹമില്ല, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് മിത്താണെന്ന് വരെ പറയുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുക. കാരണം അതിനൊക്കെ കാരണം ആൾക്കാർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. എന്ത് കാര്യത്തിനായാലും ദൈവത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നതാണ് ശരി. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ശരി അതാണ്. ഞാൻ തിരുവെഴുത്തിൽ അധികം ദീർപ്പിക്കുന്നില്ല. ഒരു വലിയ മനോഹരമായ ഒരു ഉപമയിലേക്ക് കണ്ണുകളെ നമുക്ക് തിരിക്കാം. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഇസ്രായേലിൽ പാർക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഉപമകൾ പലരോടും പല രീതിയിലും ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ചിലരെ ഉദ്ദേശിച്ച് പറയുകയും ചിലർക്കത് മനസ്സിലാകുകയും ചിലർക്കത് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നതാണ് ആ ഉപമകൾ. ഈ ഉപമകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഈ കാലത്തിൽ വായിച്ചിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നതാണ് പ്രശ്നം. ഞാൻ അടുത്ത ലൈവ് വരുമ്പോൾ നാളെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ ഫേക്ക് ജീസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുവാനും ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പുത്രൻ എപ്പോഴും കൽപ്പിക്കാൻ തുടങ്ങും. അവൻ പൂർത്തീകരണത്തിലും യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയിലും വിശ്വസിക്കും. എന്നാൽ ദാസൻ എപ്പോഴും ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ പുത്രനാണെങ്കിൽ എൻ്റെ മെസ്സേജ് കേൾക്കുക, ദാസനാണെങ്കിൽ വൈൻഡപ്പ് ചെയ്ത് പോവുക. യേശുക്രിസ്തു പറഞ്ഞ ഒരുപാട് ഉപമകളുടെ അകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, അന്നത്തെ രാഷ്ട്രീയമുണ്ട്, അതിനേക്കാളുപരി അവിടുത്തെ മതാന്ധതയുണ്ട്, അവിടുത്തെ അടിച്ചമർത്തൽപ്പെട്ടവരുടെ രോധനമുണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു അധ്യായമാണ്, നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട അധ്യായമാണ് ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 16:19 വാക്യം. ധനവാന്റെയും ലാസറിൻ്റെയും ഒരു ഉപമ അല്ലെങ്കിൽ ഒരു കഥ. പലരും പറയാണ്ട് യേശു നടന്ന സംഭവം പറഞ്ഞതെന്നെല്ലാം പറയാറുണ്ട്. കാരണം അവർക്ക് ഇത് വായിക്കുന്നത് അവർ വേറെ നമ്മുടെ ഹ്യൂമൻ കണ്ണുകൊണ്ടാണ്. നമുക്ക് യേശുക്രിസ്തു എന്ന കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മളെ കണ്ണുകളെ തിരിച്ചാൽ നമുക്ക് മനസ്സിലാകും യേശുക്രിസ്തു പറഞ്ഞത് പൊളിറ്റിക്സാണ്. അന്നത്തെ അവിടുത്തെ മതത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ടലിൽ പോയ ആ പെട്ടലിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ചും കർത്താവ് അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാം, ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗവും നരകവും എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്, പണ്ട് വീഡിയോ വരെ കണ്ടിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് അറിയാത്ത ഒരു മനോഹരമായ ഒരു വാക്യമാണത്. യേശുക്രിസ്തു പറഞ്ഞ ഒരു ജനതയുടെ വികാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 16:19 വാക്യം. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
അവൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. 20-ാമത്തെ വാക്യം, ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാൻ മേശ. ഞാനിത് ഓരോ വാക്യങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിൽ ധനവാനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ട്, ഈ ധൂമ്രവസ്ത്രം പർപ്പിൾ ആൻഡ് ഫൈൻ ലിനൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ധരിക്കുന്നത് മഹാപുരോഹിതനാണ് ധൂമ്രവസ്ത്രധാരിയായ ആ ധനവാൻ. യേശുക്രിസ്തു അവരെ നോക്കി പറയുകയാണ്, ധൂമ്രവസ്ത്രം ധരിച്ച് ധനവാനായൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവൻ പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ എല്ലാ ദശാംശവും ലേവിയുടെ കയ്യിൽ വരുമ്പോൾ ലേവി സന്തോഷത്തോടെ അത് അവിടുത്തെ ഏറ്റവും വലിയ ധനവാൻ യഥാർത്ഥത്തിൽ മഹാപുരോഹിതനാണ്. പുരോഹിതനറിയാതെ അവിടെ ഒന്നും നടക്കുവാനോ സംഭവിക്കുവാനോ ചെയ്യുവാനോ കഴിയത്തില്ല. അതിനടുത്ത വാക്യം, ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായ പടിപ്പുരയ്ക്കൽ കിടന്നു. ഈ ലാസർ എന്ന് പറയുന്ന ആളെ യഥാർത്ഥത്തിൽ അത് സമരിയൻസാണ്, ശമരിയക്കാരാണ്. ആ ലാസറിൻ്റെ ഭാഗത്ത് യേശു പൂരിപ്പിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ പാർപ്പ് എവിടെയായിരുന്നു അറിയാമോ? അവൻ്റെ പടിപ്പുരയ്ക്കൽ എന്ന് മലയാളത്തിലാണ്, ഇംഗ്ലീഷിൽ. ആൻഡ് അറ്റ് ഹിസ് ഗേറ്റ് വാസ് ലൈറ്റ് എ poor man named Lazarus. വ്രണം നിറഞ്ഞൊരു മനുഷ്യൻ അവൻ്റെ ഗേറ്റിൻ്റെ പുറത്ത്. എവിടെയാണ് ഗേറ്റ്? ഇസ്രായേലിൻ്റെ ഗേറ്റിൻ്റെ പുറത്താണ് ശമര്യക്കാർക്ക് സ്ഥാനം. ഈ ശമര്യക്കാരെ യഹൂദന്മാർ തള്ളി പുറത്താക്കിയതാണ്. അവർ ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത്, ഞാൻ പഠിച്ചതനുസരിച്ച്, അന്നത്തെ കാലത്ത് അവരെ പുറത്താക്കിയത് ലേവിയുടെ നിർദ്ദേശപ്രകാരവും യഹൂദന്മാരുടെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരാണ്. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കുന്നത്. ശമര്യക്കാരാണ് ലാസറിൻ്റെ സ്ഥാനത്ത് യേശു കണ്ടിട്ട് ലാസർ എന്ന് പേര് വിളിച്ചത്. ലാസർ എന്ന് പേരുള്ള, എന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ലാസർ എന്ന് പേരുള്ള, ലാസർ എന്നൊരു ദരിദ്രൻ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ, ലാസർ എന്ന് പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി. അവൻ്റെ ജീവിതത്തിൽ മൊത്തം മുറിവ. ആര് മുറിവേൽപ്പിച്ചു? അതാ ചോദ്യം. തന്നെ ആരാ മുറിവേൽപ്പിച്ചത്? ഈ നിൽക്കുന്ന ലേവിയും ഈ നിൽക്കുന്ന യഹൂദന്മാരും തന്നെ മുറിവേൽപ്പിച്ചു. താൻ സ്റ്റെപ്പ് ബ്രദറാണ്, ലേവിയുടെ സ്റ്റെപ്പ് ബ്രദറാണ് ഈ നിൽക്കുന്ന ശമര്യക്കാർ. മനസ്സിലായോ? അപ്പോൾ തന്നെ മുറിവേൽപ്പിച്ചു. ആ മുറിവ് നക്കുന്ന നായ്ക്കളാരെന്നറിയാമോ? യഹൂദൻ നായ്ക്കളെന്ന് വിളിക്കുന്ന പുറംജാതിയായ വിജാതീയരായ ആൾക്കാരാണ് അവരെ ചേർത്ത് ഇന്നും ആ യേശുക്രിസ്തുവിൻ്റെ കാലത്തും അവരെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായോ? യേശുക്രിസ്തുവിനെ സൂക്ഷിച്ചിരുന്നത്, ഈ ശമര്യക്കാരുടെ വ്രണങ്ങളെ കരീപ്പിക്കുന്ന അല്ലെങ്കിൽ നക്കുന്നത്, ഈ ശമര്യക്കാരുടെ വ്രണങ്ങൾ മുറിവുകളും നക്കുന്നത് ഈ നായ്ക്കളെന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന വിജാതീയരായ ആൾക്കാരാണ്. അവരുടെ കൂടെയാണ് ഇപ്പോൾ വാസം. വല്ലപ്പോഴും അകത്ത് വന്ന് ഇവരിൽ നിന്ന് വല്ലതൊക്കെ വാങ്ങി, ഇവരുടെ ഉച്ഛിഷ്ടം വാങ്ങി ഭക്ഷിക്കാം, അല്ലെങ്കിൽ ഇവർ തിന്ന് ഭക്ഷിക്കുന്നത് ബാക്കി, അല്ലെങ്കിൽ ഇവരുടെ കിട്ടി എല്ലാം തൃപ്തി അടഞ്ഞതിന് ശേഷം ബാക്കി ഇവർക്ക് കഴിക്കാം. ഇതായിരുന്നു അവിടുത്തെ സ്ഥിതി. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബോസം ഓഫ് അബ്രഹാം എന്നാണ്.
വേറെ ഭാഗത്തിരിക്കുന്നു ഏഞ്ചൽസ് ടു അബ്രഹാം സൈഡ് എന്നാണ്. ക്യാരി ടു ദ ഏഞ്ചൽസ് ടു എബ്രഹാം സൈഡ് എന്നാണ്. വേറൊരു ഭാഗത്തിരിക്കുന്നു ബോസം ഓഫ് അബ്രഹാം. യഥാർത്ഥത്തിൽ ഇത് രണ്ടുമല്ല, പോക്കറ്റ് ഓഫ് അബ്രഹാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അവകാശത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് എപ്പോഴും മുറവിളി കൂട്ടുന്ന, ഞങ്ങൾ അബ്രഹാം എന്ന പിതാവിൻ്റെ മക്കൾ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായുണ്ട് എന്നൊക്കെ പറയുന്ന യഹൂദൻ പറയുകയാണ്, ഞങ്ങളെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൂതന്മാരെടുത്ത് ആരെ കൊണ്ടുപോയി? ഇത് ഇവരെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ശമര്യക്കാരന്മാരെ ദൈവമെടുത്ത് ദൈവത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ അവകാശത്തിലേക്ക് കൊണ്ടുപോയെന്നാണ്. ഇതാർക്ക് സഹിക്കാൻ പറ്റത്തില്ല? അബ്രഹാമിൻ്റെ അവകാശത്തിലേക്ക് കൊണ്ടുപോയത് ആർക്ക് സഹിക്കാൻ പറ്റത്തില്ല? ഞങ്ങൾ പോകും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവന്മാർക്ക് സഹിക്കത്തില്ല. ഞാനത് തെളിയിച്ചു തരാം. ധനവാനും മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കും, മേലോട്ട് നോക്കി. ഇത് യഥാർത്ഥത്തിൽ പാതാളം, ഹെയ്ഡീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അവനെ കൊണ്ട് നരകത്തിൽ കിട്ടും. കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്ത് അവിടുത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയമുണ്ട്. അവർ പഠിപ്പിച്ചു വെച്ചതിനെ കൂടെ ചേർത്താണ് കർത്താവ് പ്രഖ്യാപിക്കുന്നത്. അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ആരുടെ മടിയിൽ? അബ്രഹാമിൻ്റെ മടിയിൽ. ആരിരിക്കേണ്ട സ്ഥാനം? യഹൂദന്മാരിരിക്കേണ്ട സ്ഥാനത്ത്, ലേവി ഇരിക്കേണ്ട സ്ഥാനത്ത് ഇതാ ആ അവകാശത്തിലേക്ക് ശമര്യർക്കാരെത്തിയിരിക്കുന്നു. അബ്രഹാം പിതാവ് എന്നോട് കനിവുണ്ടാകണം, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവൻ അയക്കണം. നിങ്ങൾക്കറിയാമോ, ഞാൻ അതിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ ഈ ശമര്യക്കാർക്ക് ഒരു കിണർ, യാക്കോബിൻ്റെ കിണറിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുക്കാൻ ഇവരെ സമ്മതിക്കത്തില്ലായിരുന്നു. ഇവർ വെള്ളമെടുക്കാനാണ് സമ്മതിക്കത്തില്ലായിരുന്നു. ഇവരുടെ പരമ്പരാഗതമായി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഞാൻ യേശുക്രിസ്തുവിൻ്റെ കാലത്തേക്ക് ഒന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണത്. അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഇവിടെ പറയുകയാണ്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി. ഏത് വെള്ളം? എവിടെ നിന്ന് വെള്ളം? ഇവിടെ നിന്ന് വെള്ളം എടുക്കണം. എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. ലാസറിൻ്റെ കൈ വെള്ളത്തിൽ മുക്കി അവനെ അയക്കണം. അപ്പോഴും അവൻ ഈ എരിയുന്ന ഹെല്ലിൽ കിടക്കുമ്പോഴും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എരിയുന്ന ഹെല്ലൊന്നുമില്ല, കർത്താവ് അങ്ങനെ ഒരു ഉപമ പറയുകയാണ്, എരിയുന്ന ഹെല്ലിൽ കിടക്കുമ്പോഴും അവൻ്റെ ഈഗോ അവനെ താഴാൻ അനുവദിക്കുന്നില്ല. അവൻ മുക്കി ഇങ്ങ് കൊണ്ടുവരണം, നിൻ്റെ മടിയിരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. എത്ര പേർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ചിരിച്ചുകൊണ്ട് കൈ തന്ന് നമ്മെ ഉപദ്രവിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം. നമ്മളെ കാണുമ്പോൾ നമുക്കൊരു നന്മ വന്നാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ. ഞാനതൊക്കെ വേടുന്നൊക്കെയാണ്, അത് സംസാരിക്കുന്നില്ല. നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മാറിപ്പോകും. ഞാൻ ഈ കാലഘട്ടത്തെ കൂടെ ഇതിനകത്ത് കൊള്ളിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇരിക്കും, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. അങ്ങനെ അബ്രഹാമിൻ്റെ അവകാശത്തിന് നിർത്താൻ പറ്റത്തില്ല, അവനെ ഇങ്ങോട്ട് അയക്കണം. ശമര്യർ ഞങ്ങൾക്ക് സേവ ചെയ്യണം. ഞാൻ ഈ ജോലിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു വിളിച്ചു പറഞ്ഞു. അബ്രഹാം മകനെ നിൻ്റെ ആയുസ്സിൻ നന്മയും ലാസർ അവൻ തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അതാ പ്രശ്നം. ആശ്വസിക്കുന്നവനെ കാണുമ്പോൾ ഇവർ ചൊറിച്ചിലാവും. നിങ്ങൾ സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ സത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ പ്രസ്ഥാനം ഇളവുമ്പോൾ അവർ പറയും, ഇവ ശരിയല്ല, ഇവൻ ദുരുപദേശം, ഇവൻ്റെ പരിപാടികളൊന്നും ശരിയല്ല, ഇവൻ യൂട്യൂബിൽ കൂടെ ദുരുപദേശം വിളമ്പുന്നു, ഉടനെ റീലുണ്ടാക്കും, എൻ്റെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യാൻ നോക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ. കാരണം എന്താ? അവർ ഉണ്ടാക്കി വെച്ച സാമ്രാജ്യം തകരും. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവൻ നന്മയും തിന്മയും പ്രാപിച്ചു ഇവിടെ ആശ്വസിക്കുന്നു. നീയോ വേദന, ഇവിടെ ആശ്വസിക്കുന്നു.
അവിടെ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് നൗ ഹീ ഈസ് കംഫോർട്ടഡ് ഹിയർ, അവനിവിടെ സുരക്ഷിതമാണ്. അത്രയുമല്ല, ഞങ്ങൾക്ക് പിടർപ്പുണ്ടാക്കുന്നതെല്ലാം പറഞ്ഞിട്ട് അതിന് താഴെ വരുന്നു 27-ാം വാക്യത്തിൽ, അതിനവൻ എന്നാൽ പിതാവേ അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണം, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഇവിടെ വരാതിരിക്കാൻ, ഈ യാതസ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. പുള്ളിയെ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങ് ചെയ്യണം, ഇങ്ങനെ. കാരണം വേലക്കാരനാക്കി നിർത്തിയിരിക്കുക. ഈ 5 സഹോദരന്മാരാരെന്നറിയാമോ? ലേവിയുടെ 5 സഹോദരന്മാരാരെന്നറിയാമോ? ആ കാലത്ത് ലേവിയുടെ 5 ഒറിജിനൽ സഹോദരന്മാർ, സ്റ്റെപ്പ് ബ്രദേഴ്സ് അല്ല, സ്വന്തം ബ്രദേഴ്സായിട്ടുള്ളവർ, രൂബേൻ, ഷിമയോൻ, ജൂദ, ഇസഖാർ, സെബുലൂൻ. ഈ 5 പേരാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ. ഇവരെവിടെയുണ്ട്? ഇസ്രായേലിൻ്റെ അകത്തളത്തിലുണ്ട്, ഇന്നർ കോർട്ടിനകത്തുണ്ട്. അപ്പോഴും പുള്ളി പറയുന്നില്ല പുറം ജാതിക്കാരായ എൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സായ മിശ്ര വിവാഹത്തിലൊക്കെ ആയിപ്പോയ പുറത്തുള്ള വിജാതീയരെ ഇവരെ ആരെയും കൊണ്ടുവരണം. ഇപ്പോഴും പുള്ളി ആ ഒരു മതത്തിനകത്തിരിക്കുകയാണ്. ഈ യാതനാ സ്ഥലത്ത് എൻ്റെ 5 സഹോദരന്മാർ വരാതിരിക്കാൻ ഇവൻ പോണം. അപ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയാമോ? അവർ മോശയുടെ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കത്തില്ല. ഇന്നത്തെ കാലം ഈ വാക്യങ്ങളുടെ അകത്തുണ്ട്. സമ്പത്തുള്ളവൻ, കാറുള്ളവൻ, നല്ല ബ്രേസ്ലെറ്റും വാലയും ഒക്കെ ഇട്ടിരിക്കുന്നവൻ, എന്തിനേറെ പറയുന്നു, ഇതിനേക്കാളൊക്കെ ഉപരി നല്ല ഭവനം, പള്ളിയിൽ 10 കാശ് കൂടുതൽ, 0 കൂടുതൽ ദശാംശം കൊടുക്കുന്നവൻ, ഇവരൊക്കെയാണ് വലുതെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നവർ. ആലോചിച്ചോ, നിനക്ക് ദൈവത്തിൻ്റെ കൂടെ യാതൊരു സ്ഥാനവുമില്ല. ഈ കാലത്തിൽ ആണ് യേശുക്രിസ്തു ഉണ്ടെങ്കിൽ ആ ഉപമ ഒരു സഭയെ നോക്കി പറഞ്ഞേനെ. തൊലിയുടെ നിറം നോക്കി, മുഖത്തിൻ്റെ നിറം നോക്കി, അവൻ മീശ വടിച്ചിട്ടുണ്ടോ, അവൻ കാർഡുള്ളവനാണോ, അവൻ വെള്ള ഉടുപ്പും കറുത്ത പാൻറ്റും ഇട്ടവനാണോ, സമ്പത്തുള്ളവനാണോ, പേരുദോഷം വരുത്താത്തവനാണോ? ഇവരൊക്കെ ഭയങ്കര വിശുദ്ധന്മാരാണ്. തെറ്റ് പറ്റാത്ത ഒരുത്തനെ കാണിച്ചതാണ്. വിടുന്നുപോയവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയാത്തവൻ ബലശാലിയല്ല, അവൻ ഏറ്റവും പാപിയാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ വിടുന്നുപോയവരെ എണിപ്പിക്കാൻ കൂടെ നിൽക്കും, പക്ഷേ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ കൂടെ കാണത്തില്ല. ഇന്നത്തെ കാലത്ത് ജാതിയുടെ പേരിലും, ജാതിയുണ്ടോ? ഉണ്ട്. ഹിഡനായിട്ടുണ്ട്. സമ്പത്തുണ്ടോ? ഉണ്ട്. സമ്പത്തിൻ്റെ അളവും വ്യത്യാസവും വെച്ച് സഭയിൽ ആൾക്കാരെ ഇരുത്തുന്നവരിന്നുമുണ്ട്. ഇന്നത്തെ സകല മിനിസ്ട്രിയും പൈസയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഈ യൂട്യൂബിൽ ലൈവ് വരുന്നത് ₹1 കാശിനകത്ത് ഒരു മനുഷ്യന് കിടരുത്. നിങ്ങൾ ക്രിസ്തു എന്ന ഭാവത്തിലേക്ക് വരും വരെയും ഞാൻ എൻ്റെ യുദ്ധം തുടങ്ങിക്കൊണ്ടേയിരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന്. എറ്റേണൽ ലൈഫുള്ളവൻ കേൾക്കും. എറ്റേണൽ ലൈഫിനെ വകവയ്ക്കാത്തവൻ മരിക്കും. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിനെ ഹോൾഡ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ക്രിസ്തുവിൻ്റെ റിസറക്റ്റിംഗ് പവറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അതിനിടയിൽ ഞാൻ കർത്താവിൻ്റെ വേല ഇന്നും അതിമനോഹരമായി ചെയ്യുന്നു. ഞാനകത്ത് ആട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പരസ്യം പോലും ഇതിനകത്ത് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ₹1 കാശ് പോലും വാങ്ങിക്കാതെ ചെയ്യേണ്ട സർവീസാണ് യേശുക്രിസ്തുവിൻ്റെ വേല, സുവിശേഷ വേല. അയ്യോ, ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾ, കൂലി വിലയ്ക്ക് ഇറങ്ങണം. ഞാൻ കൂലി വിലയ്ക്ക് ഇറങ്ങിയാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, എല്ലാ സഭകളിലുമുള്ള കാര്യമാണ്. തൊലിയുടെ നിറം, പണത്തിൻ്റെ ഹുങ്കും അഹങ്കാരമുള്ളവർ മുൻനിരയിൽ,
അവർക്ക് മാത്രമേ സഭയെ ശബ്ദിക്കാൻ അനുവാദമുള്ളൂ, ശുശ്രൂഷിക്കാൻ അനുവാദമുള്ളൂ. നീ എത്ര പുങ്കവനാണെങ്കിലും ദശാംശം കൊടുത്തില്ലെങ്കിൽ സഭയുടെ പുറത്താണ് നിന്റെ സ്ഥാനം. പാഷനുടെ നീരസം നിന്നിടത്ത് എപ്പോഴും കാണും, സ്നേഹം പുറമെ അഭിനയിക്കുന്നെങ്കിലും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷം ഞാൻ ക്രിസ്ത്യൻ ഗോളത്തിനകത്ത് നടന്നവനാണ്. ഈ ലാസറും ധനവാനും എന്നൊക്കെ പറയുന്ന പഴയ നിയമത്തിൽ ഇത് ന്യൂ ജനറേഷനായി വന്നപ്പോൾ അത് പുരോഹിതനും പാസ്റ്ററും ഒക്കെയായി. ഈ ലാസർ എന്ന് പറയുന്ന ആൾ ഏറ്റവും താണ നിലവാരത്തിൽ 1 രൂപ ശേഷി ഓരോ രൂപയും കൂട്ടി വെച്ച് ദശാംശം ഉള്ളതുപോലെ കൊണ്ട് കൊടുക്കുന്നവനാണ് അവിടെ ഏറ്റവും ദൈവം വലിയവനായിട്ട് കാണുന്നത്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ഇല്ലായ്മയിലേക്ക് തള്ളിവിടുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ പണമൊന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷിച്ച സഭയിലൊക്കെ അറിയാം, ഞാൻ 1 രൂപ കാശ് ആരോടും ചോദിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേക്കണം, അവരുടെ യാത്രാ ചെലവിനുള്ള കാശ് ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ യാത്രാ ചെലവിന്. ഇന്ന് ഞാൻ ഇടയ്ക്കൊരു സഭയിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ശുശ്രൂഷ വാങ്ങിക്കുന്ന 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ ടീമായിട്ട് വരും, ടീം. പ്രിയരെ, സാമ്പത്തികമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനിൽ പങ്കില്ല. അവർക്ക് അബ്രഹാമിൻ്റെ മടിയിൽ പങ്കില്ലാത്തതുപോലെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നിത്യജീവനിലും ദൈവത്തിൻ്റെ വിഷനിലും നിങ്ങൾക്ക് ലൈഫിലും പ്രവേശനമില്ല. ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ഈ ഭൂമി മരിക്കേണ്ടി വരും. ഒന്നുകിൽ നിത്യജീവനിലേക്ക് നടക്കുക, ഇല്ല എങ്കിൽ ശേഷം മനുഷ്യരെ പോലെ മരിക്കുക. ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് മരിക്കുക, ഇല്ല എങ്കിൽ നിത്യജീവനിലേക്ക് പോവുക. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എറ്റേണൽ ലൈഫ്, നിത്യജീവൻ. മരിക്കാൻ പറ്റത്തില്ല, നമ്മൾ മരിക്കാൻ ദൈവം വിടത്തില്ല. എങ്ങനെ മരിക്കാൻ? ശാരീരിക മരണമല്ല, ആത്മീക മരണത്തിലേക്ക്, സ്പിരിച്വൽ ഇമോഷണൽ ഡെത്തിലേക്ക് നമ്മൾ പോകത്തില്ല. നമ്മുടെ ഡെത്ത് വരുന്നത് എപ്പോഴും ഇമോഷണലാണ്. നമ്മുടെ കുടുംബ പ്രശ്നം വരുന്നത് ഇമോഷണലാണ്. നമ്മുടെ ലൈഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇമോഷണലിയാണ്. എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. പക്ഷേ ഞാൻ ആരോടും ഇന്നുവരെയും വിളിച്ച് എനിക്ക് സാമ്പത്തിക വിഷയം കൊണ്ട് പ്രാർത്ഥിക്കണമെന്നോ കയ്യിൽ അത് തരണമെന്നോ ഇത് തരണമെന്നോ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന മിനിസ്ട്രി എൻ്റെ ദൈവത്തിൻ്റെ മിനിസ്ട്രി. ഞാൻ അകത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൈ പിടിക്കുന്നത് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കരം പിടിക്കുമ്പോൾ ഞാൻ പുത്രനായി മാറുകയാണ്. അതാണ് എൻ്റെ വിഷൻ. ഞാൻ പുത്രനായി മാറുകയാണ്. ഞാൻ പുത്രത്തിലേക്ക് മാറുമ്പോൾ എൻ്റെ കണ്ണുകൾ യേശുവിനെ പോലെ, എൻ്റെ സ്വഭാവം യേശുവിനെ പോലെ, എൻ്റെ പെയിൻസ് മാറുകയാണ്, എൻ്റെ വേദന ബേർഡൻസ് മാറുകയാണ്, ഞാൻ ശുദ്ധിയാകുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ കൽപ്പിച്ച് ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നത് രാജാവിൻ്റെ പവറാണ്. അതോറിറ്റി ഉള്ള രാജാവാണ് എപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുക. സകലത്തെയും ക്രിസ്തുവിൻ്റെ ബോഡിയാണ് എൻ്റെ ബോഡി. ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് എൻ്റെ ശബ്ദം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാമോ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സഭയ്ക്കകത്തില്ലെന്ന്? ഞാൻ ഒത്തിരി കാലങ്ങൾ അനുഭവിച്ച് ഇന്നും യൗവനക്കാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല എങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ലേബൽ മാത്രമേ കാണത്തുള്ളൂ. കാരണം നിത്യജീവൻ ഇല്ലാതെ ഒരിക്കലും ജീവനില്ലാത്ത ഒന്നും നിലനിൽക്കത്തില്ല. ദൈവം ജീവനുള്ളവനായിരിക്കുന്നത് പോലെ നാമും ജീവനുള്ളവരായിരിക്കണം. പൈസ ഇന്ന് വരും, നാളെ ചിലപ്പോൾ നിൻ്റെ തലമുറ ദാരിദ്ര്യത്തിലായിരിക്കും. പക്ഷേ ലൈഫ് ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഈ തലമുറയിലും അടുത്ത തലമുറയിലും വരും തലമുറകളിലും ജീവൻ്റെ വചസ്സൊഴുക്കുന്നവരായിരിക്കും.
എന്നെ കേൾക്കുന്ന സുവിശേഷകരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുകയും ദൈവവേല ചെയ്യുന്നവരാളുണ്ടെങ്കിൽ, പേരും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി പിന്നാലെ പോകാതെ യേശുക്രിസ്തു ചെയ്തതുപോലെ അത്ഭുതം ചെയ്യുക, ഒളിച്ചു മാറുക, അത്ഭുതം ചെയ്യുക, മാറുക, സാമ്പത്തികം നോക്കാതെ ശുശ്രൂഷിക്കുക. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾക്ക് റിസൾട്ട് എന്തെന്നറിയാമോ? ഔട്ട്പുട്ട് എന്നറിയാമോ? നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിരിക്കും. സമാധാനം നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ വളരെ സെക്യൂർഡായിരിക്കും. ഈ ലാസറും ധനവാനും എന്ന് പറയുന്ന ചിത്രം യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ചും കൂടെയാണ്. നമ്മൾ പലപ്പോഴും നിസ്സാരം എന്ന് കരുതുന്ന നിത്യജീവൻ, നിസ്സാരമെന്ന് കരുതുന്ന പുത്രത്വം വളരെ വലുതാണ്. നമ്മൾ പുത്രൻ എന്ന് വിശ്വസിക്കുകയും പുത്രൻ ചെയ്ത പ്രവൃത്തി മുഴുവനും വിശ്വസിക്കുകയും എന്തെങ്കിലും ഒരു തെറ്റിലാകപ്പെട്ടാൽ ഉടനെ അയ്യോ കർത്താവ് ഞാൻ തെറ്റ് ചെയ്തുവല്ലോ, കർത്താവ് എന്ത് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് വരുന്നെങ്കിൽ നിങ്ങൾ ദാസ്യത്വത്തിലാണ് ഇപ്പോഴും. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. പ്രിയരെ, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ ഭുജത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ തലമുറകളും ബ്ലസ്ഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കണം, നിങ്ങൾ രോഗത്തിലിരിക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾ പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നുള്ള ബോധം, നിത്യജീവന് വേണ്ടി നിങ്ങൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാൻ താല്പര്യമുണ്ടാകണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വൻ അത്ഭുതങ്ങൾ നടത്തും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.